ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അൽ ഹിമായ വിർച്വൽ അക്കാദമി സംഘടിപ്പിക്കുന്ന ഹിമായ ദർസിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. ഓരോ ആഴ്ചയും ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം സഹോദരിമാർ എന്ന നിലക്ക് നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്ന, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന, ഇഹലോകത്ത് ശാന്തതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, പരലോകത്ത് സ്വർഗം ലഭിക്കാൻ നിമിത്തമാകുന്ന തിരിച്ചറിവുകളാണ് അൽഹംദുലില്ലാ ഈ ഒരു സെഷനിലൂടെ പകർന്നു നൽകാൻ ശ്രമിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം, മനസ്സിലാക്കുന്ന വിഷയം സമാധാനത്തിനുള്ള ഏക വഴി എന്നുള്ള വിഷയമാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും ഒക്കെ ഇവിടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. എത്ര ആളുകളാണ് ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നുള്ളത്? മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകളുണ്ട്. ബറകല്ലാഹു ഫീക്കും. ഓക്കെ, മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ വേണ്ടത് സമാധാനമാണ്, സന്തോഷമുള്ള ജീവിതമാണ്. അപ്പൊ എങ്ങനെയാ നമുക്ക് സമാധാനം കിട്ടുക? എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തിലേക്ക് എത്താൻ പറ്റുക? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നതല്ല സമാധാനത്തിന്റെ മാനദണ്ഡം. നമ്മളൊക്കെ ശരിക്ക് കുറേ നമ്മുടെ മനസ്സിൽ ഒരുക്കി കൂട്ടി വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് അതങ്ങ് കിട്ടിയാൽ മതി, എനിക്ക് ഭൗതികമായി ഇന്ന കാര്യം ശരിയായ മതി, നല്ലൊരു വീടുണ്ടായാൽ മതി, മക്കളുടെ വിവാഹം ഭംഗിയായി നടന്നാൽ മതി, വരുമാനമുള്ള നല്ലൊരു ജോലി ഉണ്ടായാൽ മതി. യഥാർത്ഥത്തിൽ സമാധാനത്തെ ഒരിക്കലും ഇതിലൊന്നുമല്ല റഹ്മാനായ റബ്ബ് വെച്ചിട്ടുള്ളത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ മൈൻഡാണ് ശരിക്ക് മാറ്റേണ്ടത്. നമ്മുടെ ചിന്തകളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന വളരെ പ്രസക്തമായ ഒരു വാചകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹം പറയുന്നത്, ലാ തഹ്മിൽ ഹമ്മദ് ദുനിയ ഫഇന്നഹാ ലില്ലാ. നിങ്ങൾ
ദുനിയാവിനെ കുറിച്ച് കുറെ അതിന്റെ ചിന്തകളുടെ തലേക്ക് കയറ്റി നിങ്ങൾ ടെൻഷൻ അടിച്ച് ദുനിയാവ് ഹൃദയത്തിലേക്ക് നിങ്ങൾ കയറ്റല്ലേ. കാരണം ദുനിയാവ് അള്ളാന്റേതാണ്. ദുനിയാവ് ആരുടേതല്ല, നമ്മുടേതല്ല. നമ്മളിവിടെ കേവലം യാത്രക്കാരാണ്. ഒരു യാത്രക്കാരൻ കുറച്ചു നേരം ബസ്സിനു വേണ്ടി ഒരു ടെന്റിൽ, ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് പോലെയാണ് ദുനിയാവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ദുനിയാവ് അള്ളാഹ്ക്കുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ മുഖ്യ അജണ്ടയും നിങ്ങളുടെ തലയിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ദുനിയാവിനെ കുറിച്ച് ആയി പോകരുത്. അതൊരു മുഖ്യ അജണ്ടയായി, മുഖ്യ പ്രശ്നമായി നിങ്ങൾ എടുക്കരുത്. വലാ തഹ്മിൽ ഹമ്മ റിസ്ഖി ഫഇന്നഹു മിനല്ലാഹ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, റിസ്കിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ശരിക്കും ആളുകൾക്ക് എന്താണോ ആളുകളുടെ മനസ്സിലുള്ള ചിന്ത, മനസ്സിലുള്ള പ്രശ്നങ്ങൾ, അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വാചകത്തിലൂടെ വളരെ ഭംഗിയായി അദ്ദേഹം വിശദീകരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ സ്വർണ്ണ ലിപികളാൽ നമ്മൾ എഴുതി ചേർക്കേണ്ട വാചകങ്ങളാണ്. റിസ്കിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. ഭക്ഷണത്തെ കുറിച്ച്, എനിക്ക് ഭക്ഷണം കിട്ടുമോ, എന്റെ ഓരോ കാര്യങ്ങളും നടക്കാനുള്ള സമ്പത്ത് എനിക്ക് കിട്ടുമോ? കാരണം ഫഇന്നഹു മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവാണ് റസ്സാഖ്, റിസ്ക് നൽകുന്നവൻ. വായ കീറിയവൻ അതിലേക്കുള്ള ഭക്ഷണവും നിശ്ചയിച്ചിട്ടുണ്ട്. ഹസ്സൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, എനിക്ക് സമാധാനം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹു എനിക്ക് നിശ്ചയിച്ച റിസ്ക് എനിക്ക് തന്നെ കിട്ടും, വേറെ ഒരാൾക്കും കിട്ടൂല. അപ്പൊ ഫത്തുമ അന്ന ഖൽബി, എന്റെ ഹൃദയം ശാന്തമായി എന്നുള്ളതാണ്. അല്ലെ, എന്തിനാ ടെൻഷൻ? ഒരു കച്ചവടം നടക്കുമ്പോ വേറൊരു കച്ചവടക്കാരൻ എതിരെ വന്ന് കച്ചവടം നടത്തുമ്പോഴും അവിടെ ഒന്നും ടെൻഷൻ ഇല്ല. കാരണം എന്റെ കച്ചവടം അള്ളാഹു നമുക്കെന്ത് നിശ്ചയിച്ചു, ആ നിശ്ചയിച്ചത് അതൊക്കെ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ ടെൻഷൻ അടിച്ചത് കൊണ്ട് ആ രേഖപ്പെടുത്തിയത് മാറോ? അപ്പൊ അത് കിട്ടും. അള്ളാഹു റസ്സാഖാണ്. നമുക്ക് അള്ളാഹു, നമ്മൾ ചെയ്യേണ്ട പാർട്ട് എന്തോ, നമ്മൾ ചെയ്യേണ്ട ഭാഗധേയം എന്തോ അത് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യാതിരിക്കരുത് മാത്രം. മൂന്നാമത്തത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലാ തഹ്മിൽ ഹമ്മൽ മുസ്തഖ്ബിൽ ഫഇന്നഹു ബിയദില്ലാഹ്. നിങ്ങളുടെ ബേജാർ ഒരിക്കലും, നിങ്ങളുടെ പേടി ഒരിക്കലും ഭാവിയെ കുറിച്ചാകരുത്. നിങ്ങളുടെ ടെൻഷൻ ഭാവിയെ കുറിച്ചാകരുത്. ഫഇന്നഹു ബിയദില്ലാഹ്, അത് അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. പക്ഷേ ഞാൻ മരിച്ചപ്പോ എന്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെ, നമ്മൾ ചിന്തിക്കണം. സുഖമില്ലാത്ത മകൻ, സുഖമില്ലാത്ത മകൾ, വിവാഹപ്രായമെത്തിയ മകൾ, വിവാഹപ്രായമെത്തിയ മകൻ, എന്തായിരിക്കും ഭാവി? ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻ, ചിന്ത പലപ്പോഴും നമ്മളെ ഒരുപാട് സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്ന സംഗതിയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യമെന്തോ അത് നമ്മൾ ചെയ്യുക. കാരണം മുസ്തഖ്ബിൽ, ഭാവി ആരുടേതാ? ഭാവി ആരുടെ കയ്യിലാ? ഫഇന്നഹു ബിയദില്ലാ, അത് അള്ളാന്റെ കരങ്ങളിലാണ്. പടച്ചോനെ വിടുക, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, ബാക്കി പടച്ചോനെ വിടുക. അള്ളാഹു യോജിച്ച ഒരു അവസ്ഥയിലേക്ക് അതൊക്കെ എത്തിക്കുമെന്ന ഒരു ശുഭ പ്രതീക്ഷ.
എത്ര ടെൻഷൻ കുറഞ്ഞ നമുക്ക്. ഇതൊക്കെ പാടെ തലയിലേറ്റി ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് ബേജാറായി, ആ ബേജാറ് കൊണ്ട് നമ്മൾ രോഗികളായി മാറുക എന്നതല്ലാതെ അതുകൊണ്ട് എന്താ ഉണ്ടാകുക? ആ ബേജാറ് കുറക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം. ആ ബേജാറ് കുറക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ച തവക്കുൽ. മനസ്സിലായി? ഇതൊക്കെ ദുനിയാവിനപ്പുറത്ത് നമ്മുടെ ടെൻഷനും നമ്മുടെ ബേജാറും ശരിക്ക് വരേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിലാണ്. പക്ഷെ എത്രത്തോളം വരുന്നുണ്ട് നമ്മൾ ആലോചിക്കണം. ദുനിയാവാണോ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുള്ളത്, അതല്ല ആഖിറമാണോ? അല്ലാഹു ആഖിറം നിറക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ. എന്നിട്ട് അദ്ദേഹം ആ വാചകം അവസാനിപ്പിക്കും. ഇതൊക്കെ പറഞ്ഞ ശേഷം നമ്മുടെ ടെൻഷൻ അടിപ്പിക്കുന്ന, നമ്മുടെ സമാധാനം കെടുത്തിക്കളയുന്ന, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദുനിയാവിന്റെ ചിന്തകൾ, ടെൻഷനുകൾ, അതൊക്കെ ഇറക്കി വെക്കാൻ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്ന വാചകം വല്ലാത്ത വാചകമാണ്. ഫഖത്ത് യഹ്മിൽ ഹമ്മൻ വാഹിദ. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ചിന്തയെ നിന്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ, ഒരൊറ്റ ടെൻഷനെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. കൈഫ തുർദില്ലാഹ്, നീ എങ്ങനെയാണ് റഹ്മാനായ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക? ഹമ്മൻ വാഹിദ, ഒരൊറ്റ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരൊറ്റ ചിന്ത. ക്ലാസ് എടുക്കുമ്പോ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്, അള്ളാഹുവേ നിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ, നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ തൃപ്തി, നമ്മുടെ ചിന്തയുണ്ടാകേണ്ടത്, അള്ളാഹുവേ ഇതിലൂടെ നിന്റെ തൃപ്തി എനിക്ക് വേണം. ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത് റഹ്മാനായ റബ്ബെ നിന്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഭർത്താവിന് എല്ലാ കാര്യങ്ങളും ഞാൻ രാവിലെ മുതൽ ചെയ്തു കൊടുക്കുന്നത് റബ്ബെ നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഭർത്താവ് നല്ല ഒരു വാചകം പറഞ്ഞിട്ടില്ലെങ്കിലും, മക്കൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് മക്കൾ നല്ല ഒരു വാചകം പറഞ്ഞിട്ടില്ലെങ്കിലും, ഞാൻ മറ്റുള്ളവർക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഒരു നല്ല വാചകം ആര് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാനത് ചെയ്തതൊന്നും അവരുടെ പുകഴ്ത്തുന്ന വാചകം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹുവേ നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ശാരീരികമായ അവശതകളുണ്ട്, എന്റെ ശരീരം ക്ഷീണിച്ചു പോകുന്നുണ്ട്, തളർന്നു പോകുന്നുണ്ട്. ആ തളർച്ചയിലും റബ്ബേ നിനക്കിഷ്ടപ്പെടാത്ത ഒരു വാചകം പോലും ഞാൻ പറയാത്തത് നിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ചിരമാലകൾ പോലെ മാറി മാറി കടന്നു വരുമ്പോഴും അല്ലാഹുവേ അവിടെ ഞാൻ ക്ഷമിക്കുന്നത്, അവിടെ നിന്നിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നത് നീ എന്നെ തൃപ്തിപ്പെടണം എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതാണ് ശരിക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം എത്ര നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്? ഈ ലക്ഷ്യം എത്ര നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്? ഞാൻ വീട്ടുജോലി ചെയ്യണ സമയത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുമ്പോ ആ പണി അവിടെ നിർത്തിയിട്ട് ഞാൻ ആ സമയത്ത്, കറക്റ്റ് സമയത്ത് പോയി നിസ്കരിക്കുന്നത് എന്തിനാ? അല്ലാഹുവേ നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മക്കളിൽ നിന്നുള്ള പല പെരുമാറ്റങ്ങളും കാണുമ്പോഴും അവിടെ ഞാൻ ക്ഷമിച്ച് സ്നേഹത്തോടുകൂടെ, ഗുണകാംക്ഷയോടുകൂടെ അവരോട് നല്ല രീതിയിൽ ഇടപെടുന്നത് എന്തിനാ? പടച്ചോനെ എനിക്ക് നിന്റെ തൃപ്തി വേണം. എന്റെ ജീവിതത്തിൽ, എന്റെ വാക്കുകളിൽ, എന്റെ പ്രവൃത്തികളിൽ, എന്റെ ചിന്തകളിൽ, എന്റെ പെരുമാറ്റത്തിൽ, എന്റെ ഇബാദത്തിൽ ഒക്കെ നിന്റെ തൃപ്തി വേണം.
നിസ്കരിക്കുമ്പോൾ എന്റെ നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകളെ ഞാൻ വീണ്ടും തിരിച്ച് നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കുന്നത്, ഞാൻ പിശാചിനോട് നിസ്കാരത്തിൽ യുദ്ധം ചെയ്യുന്നത്, പോരാടുന്നത് അള്ളാഹുവെ നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചവരാണ് മുൻഗാമികൾ. ഈ ഹമ്മ്, ഈ ഒരൊറ്റ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ടുള്ള നേട്ടം? എന്നിട്ട് അദ്ദേഹം ആ നേട്ടം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നീ തൃപ്തിപ്പെടുത്തിയാൽ അള്ളാഹു നിന്നെ തൃപ്തിപ്പെടും, ഇഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മതിയായവനാകും. അള്ളാഹു നിന്നെ ധന്യവാനാക്കി മാറ്റും, നിനക്ക് ഐശ്വര്യം നൽകും, സമാധാനം നൽകും, സന്തോഷം നൽകും, നിനക്ക് വേണ്ടത് നൽകും. പക്ഷെ നിനക്ക് എന്താകണം? നിന്റെ മനസ്സിലുള്ള ചിന്ത, നിന്റെ മനസ്സിലുള്ള ഒരേ ഒരു ചിന്ത, എന്റെ റബ്ബിനെ എനിക്ക് എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും? നിന്റെ മനസ്സിനോട് നീ ആവർത്തിച്ചു ചോദിക്കേണ്ട ചോദ്യം, എങ്ങനെ അള്ളാന്റെ തൃപ്തി എനിക്ക് ഇന്ന് എങ്ങനെ നേടാൻ പറ്റും? ഈ ഇശാ മഗ്‌രിബിനിടയിൽ എനിക്ക് എങ്ങനെ നേടാൻ പറ്റും? ഇശാ കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ നേടാൻ പറ്റും? ഈ ചോദ്യം ആവർത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉയർന്നു വരേണ്ട ചോദ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ ചിന്തിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. മഹാനായ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി വര്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു അനാഥനായ ബാലൻ, ആ കുട്ടി മതില് കെട്ടാണ്. മതില് കെട്ടിയപ്പോ അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ ഒരു ഈന്തപ്പന അതിനിങ്ങനെ തടസ്സമായി നിൽക്കുന്നുണ്ട്. ആ കുട്ടി പറഞ്ഞു, ഇതൊന്ന് മാറ്റണം, അതുകൊണ്ട് നിങ്ങൾ ഈ ഈന്തപ്പന എനിക്ക് വിൽക്കണം. അദ്ദേഹം സമ്മതിച്ചില്ല. എത്ര പറഞ്ഞിട്ടും സമ്മതിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിഷയെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഈന്തപ്പന ആര് വാങ്ങിക്കൊടുക്കുന്നുവോ അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ഈന്തപ്പന കൊടുക്കും. മഹാനായ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ വാങ്ങി എനിക്കും സ്വർഗത്തിൽ കിട്ടുമോ നബിയെ? എനിക്കും സ്വർഗത്തിൽ ഈന്തപ്പന കിട്ടുമോ? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതെ അബൂദ്ദഹ്ദാഹ്, കിട്ടും, താങ്കൾക്കും ലഭിക്കും. അദ്ദേഹം ഈ വ്യക്തിയുടെ അരികിലേക്ക് ചെല്ലാണ്. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എനിക്കിത് വിൽക്കണം, അതിനു പകരമായി എന്റെ 600 ഈന്തപ്പനകളുള്ള തോട്ടം താങ്കൾക്ക് ഞാൻ നൽകാം. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സമ്പത്താണത്. ആ തോട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്, കുടുംബമുള്ളത്. ഈ വ്യക്തി വളരെ അത്ഭുതത്തോടു കൂടെ അത് സമ്മതിച്ചു. ആ ബാലന് ആ ഈന്തപ്പന നൽകി. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിന്റെ ഭാഗത്തേക്ക് ഓടി വന്നു. എന്നിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു തന്റെ ഭാര്യയോട്, മക്കളോട്, വേഗം വേഗം പുറത്തിറങ്ങണം, ഞാനിത് വിറ്റിട്ടുണ്ട്. അപ്പൊ ഭാര്യ ചോദിച്ചു, ആർക്കാ വിറ്റത്? എത്ര രൂപക്കാ വിറ്റത്? അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിലെ ഈന്തപ്പനക്ക് പകരമായിട്ടാണ് ഞാൻ അത് വിറ്റത്. അപ്പൊ ഭാര്യയുടെ മറുപടി, അത് എന്തു പണിയങ്ങൾ കാട്ടിയെന്നല്ല. അവര് പറഞ്ഞു, ഇത് വല്ലാത്ത നല്ല കച്ചവടം തന്നെയാണ്, ലാഭമുള്ള കച്ചവടമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, കം മിൻ ഇദ്ഖിൻ റദാഹിൻ ലി അബിദ്ദഹ്ദാഹി ഫിൽ ജന്ന. എത്ര ഈന്തപ്പന തോട്ടങ്ങളാണ് അബൂദ്ദഹ്ദാഹിന് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു
ഒരുക്കി വെച്ചിട്ടുള്ളത്. ചില അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇടങ്ങൾ പോലും എന്റെ റബ്ബിന്റെ തൃപ്തി എനിക്ക് കിട്ടിയാൽ ഞാനത് കൊടുക്കും എന്ന് തീരുമാനിച്ചവർ, അതിനുവേണ്ടി ആഗ്രഹിച്ച ആളുകൾ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചില സഹാബിമാർ കഅബയുടെ ഓരത്ത് വെച്ച് അവരിങ്ങനെ ഓരോരുത്തരുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ ഓരോ സഹാബിമാർ അവരിങ്ങനെ പറയാൻ തുടങ്ങി. ചില ആളുകൾ ദീനിയായ പണ്ഡിതനാകണം, ആളുകൾക്ക് കുറെ ദീന് പഠിപ്പിച്ചു കൊടുക്കണം. മറ്റൊരു സഹാബി പറഞ്ഞത്, എനിക്ക് ഇതിന്റെ മൊത്തം അധികാരം ലഭിക്കണം. അവരെ ജസ്റ്റ് ആഗ്രഹങ്ങൾ പറയണം. അങ്ങനെ അവസാനം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് എത്തിയപ്പോ, ഇബ്നു ഉമർ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, അമ്മാ അന ഫഅസ്അലുല്ലാഹ റിദ്വാനഹു വൽ ജന്ന. എന്റെ മനസ്സിൽ എപ്പോഴുള്ളത് സ്വർഗമാണ്, അള്ളാന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ റിദ്വാനാണ്. എനിക്ക് അള്ളാനെ തൃപ്തിപ്പെടുത്തണം. അതാണ് ഞാൻ എൻ്റെ റബ്ബിനോട് എപ്പോഴും ചോദിക്കുന്നത്. ഈ ഒരു ചിന്തയാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ എപ്പോഴും. അപ്പൊ ശരിക്കും നമ്മൾ ഈ ദുനിയാവിന്റെ പല സംഗതിയിൽ നിന്ന് നമ്മൾ പോകും. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ദുനിയവിയായി എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഭൗതികമായി നമുക്ക് കിട്ടിയാലും യഥാർത്ഥ സമാധാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല താരങ്ങളും, നമ്മൾ സ്റ്റാറ്റസുകളിൽ കാണുന്ന പല ജീവിതങ്ങളും, ആ ചിരിയും ആ ആഹ്ലാദമൊക്കെ അവിടെയുള്ളൂ. പക്ഷേ അവർക്കും കിട്ടാത്ത ചില സന്തോഷങ്ങളുണ്ട്, അവർക്കും കിട്ടാത്ത ചില യഥാർത്ഥ സമാധാനമുണ്ട്. അതെവിടെ കിട്ടിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ചിരിയുമ്പോഴാണ്, നമ്മൾ റബ്ബിനെ ഓർക്കുമ്പോഴാണ്, എന്റെ റബ്ബിനെ എങ്ങനെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് നിരന്തരം ചിന്തിച്ച് അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുമ്പോഴാണ് ആ കിട്ടുന്ന സന്തോഷം കൊട്ടാരങ്ങളിലെ രാജാക്കന്മാർ അനുഭവിക്കുന്ന സൗകര്യങ്ങളിൽ നിന്ന് കിട്ടൂല. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹൃദയത്തിനൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യത മാറണമെങ്കിൽ എന്ത് ഭൗതികമായിട്ട് കിട്ടിയാലും കാര്യമില്ല. എന്ത് ഭൗതികമായും കിട്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഓഹ് ഓലൊക്കെ എന്തൊരു സുഖത്തിലാണ്, എന്റെയൊക്കെ ജീവിതം എന്തൊരു പ്രയാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റുപറ്റി. നമ്മുടെ നിലവിലുള്ള സാഹചര്യം എന്തുമാകട്ടെ, ഞാനൊക്കെ ഒരുപാട് പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയണ്ടാവും. ആ ചിന്തകളൊക്കെ പിശാചിൽ നിന്നുള്ള ചിന്തകളാണ്. ശരിക്ക് നിലവിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് സമാധാനത്തോടുകൂടെ നമുക്കിവിടെ കഴിയാൻ പറ്റും എന്നുള്ളതാണ് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് ഭൗതികമായ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കിട്ടാത്ത സന്തോഷവും സമാധാനവും ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഒരു വിശ്വാസിക്ക് കിട്ടും. വാടക വീട്ടിൽ കഴിയുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അയാളുടെ ഹൃദയം റബ്ബുമായി കണക്റ്റഡ് ആണ്. മനസ്സിലായോ? പറയുന്നത് ക്ലിക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. മഹാനായ മഹ്ദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ശരിക്കും ഇവരുടെ ചരിത്രമൊക്കെ നിങ്ങൾ വായിക്കി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെടുകയാണ്.
മരണപ്പെടുമ്പോ വാപ്പല്ല, വാപ്പ അവിടെ ഇല്ല, വീട്ടിലില്ല. ആ കുട്ടിയുടെ ജനാസ വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ് ഉപ്പ കാണാതെ മറച്ചു വെച്ച് ജോലി കഴിഞ്ഞെത്തുന്ന ഭർത്താവിനെ സ്വീകരിച്ച് വേണ്ടതെല്ലാം നൽകി അവസാനം ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഭാര്യ ചോദിക്കുന്ന, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അബാ ത്വൽഹ, അല്ല അബൂ ത്വൽഹ, അറഅയ്ത ലൗ അന്ന ഖൗമൻ ആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും അൻ യംനഊഹും. അല്ല അബൂ ത്വൽഹ, ഒരു വിഭാഗം ആളുകൾ, കുറച്ച് ആളുകൾ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കടമായി തന്നു, അല്ലെങ്കിൽ നിന്നെ ഏൽപ്പിച്ചു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ചു ചോദിച്ചാൽ നീ അത് തിരിച്ചു കൊടുക്കൂലേ? തടഞ്ഞു വെക്കൂലേ? അത് തിരിച്ചു കൊടുക്കൂലേ? അദ്ദേഹം പറഞ്ഞു, അതെ, തിരിച്ചു കൊടുക്കും. അതിലെന്താണ് സംശയം? അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു തആല പറയാണ്, എങ്കിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ മകനെ റബ്ബ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക, അള്ളാഹുവിൽ നിന്ന് തൃപ്തി കൊതിക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മെപ്പോലെയുള്ള ഒരു മുസ്ലിം സഹോദരി സ്വന്തം മകൻ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ ആഘാതം എത്രയാണ്, എത്ര സങ്കടം ഉണ്ടാകും. പക്ഷെ ആ സങ്കടത്തിലും പതറിപ്പോകാതെ തന്റെ ഭർത്താവിനെ സ്വീകരിച്ച് ഭക്ഷണം നൽകി ശാന്തമായി ചിന്തിപ്പിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിലേക്ക് ചിന്ത കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താ? എന്റെ റബ്ബെന്നെ തൃപ്തിപ്പെടണം. അല്ലെ? ആത്മഹത്യ എനിക്ക് എളുപ്പ, ഒരു പണി, ഒരു പ്രയാസമല്ല. പോവുക, ഒരു കയറിലോ ഒരു തുണ്ടം കയറിലോ അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിലോ ജീവനൊടുക്കുക എന്നുള്ളത്, അതല്ല ശരിക്ക് ഹീറോയിസ് എന്ന് പറയുന്നത്. മറിച്ച് ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. പരീക്ഷിക്കപ്പെടാനുള്ളവരാണ് മനുഷ്യർ. അവിടങ്ങളിലൊക്കെ റബ്ബിന്റെ തൃപ്തി, അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്, അതാകണം പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാകും. അതുകൊണ്ടൊരു സെൽഫ് ഇവാലുവേഷൻ ഇന്ന് നമ്മൾ ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ, പടച്ചോനെ, ഇന്ന് എത്ര എനിക്ക് എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ആലോചിക്കുക. എന്റെ ഇബാദത്തിൽ, എന്റെ ഇടപെടലിൽ, എന്റെ പെരുമാറ്റം അവിടെ എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? രാവിലെ വീട്ടുജോലിക്ക് വേണ്ടി നമ്മൾ അടുക്കളയിലേക്ക് പോകുമ്പോ ഇതെന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെ? ശാരീരികമായ വേദനകൾ ഉണ്ടാകുമ്പോഴും ആ വേദനകൾക്കപ്പുറം ഇതെന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നത്, ഇതിലൂടെ എന്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് കൂലിയായി രേഖപ്പെടുത്തപ്പെടുകയാണ്. മനസ്സിലായോ? ഒരിക്കലും നമ്മളുടെ മനസ്സിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും പ്രതിഫലം അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എത്ര നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കുക. നമ്മൾ ചിന്തിക്കണം, എന്റെ നിസ്കാരത്തിൽ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ് എന്റെ റബ്ബിന്റെ കലാം പാരായണം ചെയ്യുന്നത്. എന്റെ റബ്ബിന്റെ ദീനിൽ നിന്ന് എന്ത് പാഠമാണ് എനിക്ക് ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്? എന്ത് പാഠാ ഞാൻ പഠിച്ചിട്ടുള്ളത്? ഭൗതികമായി ഞാൻ ഒരുപാട് സംഗതികൾ ഞാൻ നോക്കുന്നു, പക്ഷെ എനിക്ക് ദീനിൽ നിന്ന് എന്തെന്ന് പഠിക്കാൻ പറ്റി? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഈ ഇവാലുവേഷൻ എത്രത്തോളം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്നുവോ, ഇന്നത് നടക്കണില്ല, ഇന്നത് നടക്കുന്നില്ല. ഇത് നടക്കാതെ അശ്രദ്ധയിൽ ആഴ്ത്തിക്കളയാനാണ് പിശാച് നോക്കുന്നത്. ദിവസം കഴിഞ്ഞു പോകണം, ആഴ്ചകൾ കഴിഞ്ഞു പോകണം, മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകണം. ഓരോ ബർത്ത്ഡേ ഡേറ്റ് ഇങ്ങനെ വരുമ്പോ, പഠിച്ചോനെ എനിക്ക് 31 വയസ്സായോ, എനിക്ക് 42 വയസ്സായോ, എനിക്ക് 55 വയസ്സായോ. അപ്പോഴും നമ്മുടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ, ജീവിതത്തെക്കുറിച്ചൊന്ന് വിശകലനം നടത്താൻ, ഓരോ ദിവസം കഴിയുമ്പോഴും മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അസ്തമിക്കുന്ന സൂര്യനെ നോക്കിയിട്ട് സങ്കടപ്പെടുമായിരുന്നു എന്ന ചരിത്രം പറയുന്നത്. ഇതാ ഒരു ദിവസം കഴിഞ്ഞു, ഞാൻ എൻ്റെ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ട്. എനിക്കിന്ന് ദീനിൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ദീനിയായ അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ടെൻഷൻ അടിച്ചിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ, അതൊക്കെ ദീനിയായി ജീവിച്ച ആളുകളാണ്, സൂക്ഷ്മതയുടെ നിറവിൽ ജീവിച്ച ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾക്കൊക്കെ എത്ര സൂക്ഷ്മത പാലിക്കാൻ പറ്റിയിട്ടുണ്ട്, എന്നിട്ട് നമുക്കൊന്നും ആ ബേജാർ എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? അത് ഈ ഇവാലുവേഷൻ നടക്കാനിട്ടാണ്, ഈ മുഹാസബ നടക്കാനിട്ടാണ്, ആത്മവിചാരണ നടക്കാനിട്ടാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചോദ്യം ചെയ്യണം, നമ്മളെ വിചാരണക്കെടുക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളും, ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറണം, ഈ ചിന്തയാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക എന്നതാകണം നമ്മുടെ ജീവിതത്തിലുള്ള അജണ്ട. അവിടെ ഭൗതികമായ തടസ്സങ്ങൾ വരാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ റെഡിയാണ്, എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ റെഡിയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇഹലോകത്ത് സമാധാനം കിട്ടുമെന്നതിനപ്പുറത്ത് സ്വർഗത്തിൽ അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന വലിയ ഒരു സന്തോഷ വാർത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അള്ളാഹു സ്വർഗാവകാശികളോട്, സ്വർഗത്തിൽ പ്രവേശിച്ച സ്വർഗവാസികളോട് അള്ള പറയും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗക്കാരെ എന്ന് അള്ള അങ്ങനെ വിളിക്കണം. അപ്പൊ സ്വർഗക്കാര് പറയും, ലബ്ബൈക റബ്ബനാ വസഅദൈക വൽ ഖൈറു ഫീ യദൈക, അല്ലാഹുവേ ഞങ്ങളിതാ വിളി കേൾക്കുന്നു റബ്ബേ, എല്ലാ ഖൈറും നിന്റെ അരികിലാണ്, നിന്റെ കരങ്ങളിലാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഹൽ റളീതും, അല്ല നിങ്ങൾ തൃപ്തിപ്പെട്ടോ, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടോ, നിങ്ങൾ സ്വർഗത്തിലെത്തിയില്ലേ, നിങ്ങൾ ഹാപ്പിയാണോ? എന്തൊരു സ്നേഹമാണ് റഹ്മാനായ റബ്ബിന് നമ്മോട്. ഫയഖൂലൂൻ, അവര് പറയും, വമാ ലനാ നർളാ യാ റബ്ബി വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, അല്ലാഹുവേ ഞങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ, തൃപ്തിപ്പെടാതിരിക്കാൻ എന്താ ഞങ്ങൾക്കുള്ളത്? ഞങ്ങൾക്കൊക്കെ തന്നില്ലേ, നിന്റെ ഒരു സൃഷ്ടിക്കും നീ കൊടുക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ ഈ സ്വർഗത്തിൽ ഞങ്ങൾക്ക് തന്നില്ലേ. അപ്പൊ അല്ലാഹ് പറയും, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ, ഈ സ്വർഗത്തേക്കാൾ, ഈ സ്വർഗത്തിന്റെ സുഖങ്ങളെക്കാൾ വലിയ ഒരു അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. അപ്പൊ അവര് ചോദിക്കും, പടച്ചോനെ ഇതിനേക്കാൾ വലുത് ഇനി എന്താ ഉള്ളത്? ആ സമയത്ത് അള്ളാഹു പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി, ഞാനിതാ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫല അസ്ഖതു അലൈക്കും ബഅദഹു അബദ, ഇനി ഞാൻ നിങ്ങളോട് ഒരിക്കലും ദേഷ്യപ്പെടൂല, ഇനി കാലാകാലം നിങ്ങളോട് ഞാൻ ഇഷ്ടത്തിലായിരിക്കും, എന്റെ സ്നേഹം, എന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതാര് പറയണം? റഹ്മാനായ റബ്ബ് പറയണം. നിങ്ങൾ നോക്കി, അതിനേക്കാൾ വലിയ സന്തോഷം എന്താ? അതിനേക്കാൾ വലിയ സമാധാനം എന്താ? അതിനേക്കാൾ സന്തോഷമുണ്ടാക്കുന്ന മറ്റു വാചകമേതാ? ഈ
വാചകം കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നത്. അതിന് നമ്മളെ കാതിൽ കേൾക്കണം. ആ വാചകമാണ് ജീവിതത്തിൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രേരണ നൽകേണ്ടത്. ആ വാചകമാണ് നമുക്ക് ക്ഷമിക്കാൻ ഊർജം പകർന്നു നൽകേണ്ടത്. ആ വാചകമാണ് ഇബാദത്തുകളിൽ മുന്നേറാൻ നമുക്ക് പ്രേരണ നൽകേണ്ടത്. ആ വാചകമാണ് അള്ളാഹുവിന്റെ ദീൻ നിരന്തരം പഠിക്കാൻ, വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ, ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ. മനസ്സിലായോ? ഇതൊക്കെ ചെയ്യണെന്തിനാ? ആ വാചകം കേൾക്കണം സ്വർഗത്തിൽ, ഇതാ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ തൃപ്തിക്ക് വേണ്ടിയാണ്. അതിനാ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ പിന്നെ ഓരോരുത്തരെ തൃപ്തി വാങ്ങുക, ഭൗതികമായിട്ട് കുറെ സുഖങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ കുറെ ആസ്വാദനങ്ങൾ, ദുനിയാവിനെ കുറിച്ച് കുറെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുക, ഇതൊന്നും നമ്മുടെ അജണ്ടയേ അല്ല. ഇതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. അപ്പൊ നമുക്ക് സമാധാനം ഉണ്ടാകും. നമ്മൾ ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഭൗതികമായ പലതും വേണം, അതൊക്കെ. പക്ഷെ അത് കൈകളിൽ ഉണ്ടാകണം, ഹൃദയത്തിൽ കയറ്റരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് പോലെ ആ വാചകം പോലെ നമ്മൾ എടുക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞു, സുഹൂദുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഇതാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്ന വാചകങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മുടെ ഓരോ മിനിറ്റുകളും അല്ല, ഓരോ സെക്കൻഡുകളും. അതിൽ ഈ ചിന്ത ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു അടിമ എന്ന ഒരു ചിന്തയിലേക്ക്, അടിമയായ ഞാൻ ഉടമയായ റബ്ബിനെ തൃപ്തിപ്പെടുത്തേണ്ടവരാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹിമായിൽ ഈ അടുത്ത വീക്കിൽ വരുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് സഹോദരിമാരെ സംബന്ധിച്ചിടത്ത് ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അപ്പൊ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് 3 Day പോസിറ്റീവ് മൈൻഡ് വർക്ക്ഷോപ്പ് എന്ന പേരിൽ നമ്മൾ 3 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് ഓൾറെഡി അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ നടത്തിയിരുന്നു. പിന്നെ ഒരുപാട് സഹോദരിമാർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൈൻഡിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ ഞാനൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, എന്റെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ എന്റെ വിധിയാണ് എന്നൊക്കെ ഒരു നെഗറ്റീവ് ജീവിച്ച് എന്തിനൊക്കെയോ പോകുന്ന അവസ്ഥയുണ്ട്. അതിൽ നിന്ന് ശരിക്കും യഥാർത്ഥമായ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക്, ഭൗതികമായ തെറാപ്പികളും സംഗതിയൊന്നുമല്ല, മറിച്ച് ഇസ്ലാമികമായ ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ഇൻഷാ അല്ലാഹ് ആ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ഒരു നമ്പർ തരാം, 7907 60 89 60. ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊസീജിയറും അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ദർസിന്റെ ക്ലാസ് ഒരിക്കലും നമ്മൾ മിസ്സാക്കാതിരിക്കുക. എല്ലാ ശനിയാഴ്ചയും ഇൻഷാ അല്ലാഹ് നമ്മൾ പങ്കെടുക്കുക. അതോടൊപ്പം നമ്മളൊരു പുതിയ ഒരാളെങ്കിലും നമ്മൾ കൊണ്ടുവരിക, പുതിയ ഒരാളെങ്കിലും. കാരണം നമ്മളിലൂടെ ഒരാളെങ്കിലും മാറട്ടെ, അവർക്ക് ഈമാനികമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതം സമാധാനമുള്ള ജീവിതമായി മാറട്ടെ. അതിനുള്ള അവസരങ്ങളാണ് ദീൻ ശരിക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന്, പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് കേൾക്കുന്ന നല്ല സാഹചര്യങ്ങളാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളിലൂടെ ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമാകണം. അതിന്റെ ഒരു കൂലി ചിലപ്പോൾ അടുത്ത ദർസിന് നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ നമ്മൾ 6 അടി മണ്ണിലായിരിക്കും നമ്മൾ കിടക്കുക. അതുകൊണ്ട് നമ്മൾ ലൈവിൽ ഈ ഒരു സമയം ഒരിക്കലും ഞാൻ മിസ്സാക്കൂല, ഈ ക്ലാസ് ഞാൻ ഒരിക്കലും മിസ്സാക്കൂല. നമ്മൾ നിയ്യത്താക്കുക. കാരണം പിശാച് ഒരുപാട് നമ്മളെ നെഗറ്റീവ് ചിന്തകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പുറകോട്ട് വലിക്കാൻ ഒരുപാട് കാരണം ഇട്ടന്നിട്ട് നമ്മളെ മടിയും അലസതയൊക്കെ ഇതാക്കിയിട്ട് നമ്മളെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ക്ലാസ്സുകളാണ് ശരിക്കും ഇതൊക്കെ. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തൃപ്തിയോടുകൂടെ ജീവിക്കാനും അവന്റെ തൃപ്തിക്ക് വേണ്ടി
ഒരുപാട് ത്യാഗങ്ങൾ അത് പിന്നെ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് സഹിക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.